നേരം സന്ധ്യയോടടുക്കുന്നു. നമ്മുടെ പണ്ഡിതൻ നടന്നു വരികയാണ്. കുറച്ച് അഹംഭാവിയാണ് അദ്ദേഹം. എല്ലാ അറിവും തൻ്റെ തലയിലാണ്, താനെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്ന അദ്ദേഹം അഹംഭാവത്തോടു കൂടി നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് തൊട്ട് മുന്നിലുള്ള പൊട്ടക്കിണർ അദ്ദേഹം കാണുന്നില്ല. നേരെ കാൽ വഴുതി ആ പൊട്ടക്കിണറ്റിൽ വീഴുന്നു. അവിടെ നിന്ന് അദ്ദേഹം നിലവിളിച്ചു. പക്ഷേ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ വിളി കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. വിജനമായ വഴിയാണ്. അധികം സന്ധ്യയായി കഴിഞ്ഞാൽ ആരും വരാത്ത വഴി. അദ്ദേഹം അവിടെ കിടന്ന് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ ആരും കേട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ആരും കേൾക്കില്ല, അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കാം. അങ്ങനെ ആ കിണറ്റിൽ അദ്ദേഹം മിണ്ടാതെ ഇരുന്നു. നേരം വെളുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ആരെങ്കിലും വഴി പോവുകയാണെങ്കിൽ കേട്ട തന്നെ രക്ഷിക്കുമല്ലോ എന്ന ആ ഒരു ഉദ്ദേശത്തിൽ അദ്ദേഹം വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു പാൽക്കാരൻ വന്നു. പാൽക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒച്ച കേട്ടു. അദ്ദേഹത്തെ വള്ളികൾ കൂട്ടിക്കെട്ടി ആ കിണറ്റിലേക്ക് ഇട്ടുകൊടുത്തു. ആ വള്ളി പിടിച്ച് പണ്ഡിതൻ മേലെ കയറി. ആ കിണറിൻ്റെ കരയിൽ എത്തി. ആ വഴിയിലെത്തിയ പണ്ഡിതൻ പാൽക്കാരനോട് പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ ആരാണെന്ന് അറിയുമോ? ഞാൻ മഹാജ്ഞാനിയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പുകഴ്ത്താൻ തുടങ്ങി. അയാളെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ രീതിയിൽ പാൽക്കാരനോട് പറയാൻ തുടങ്ങി. പാൽക്കാരൻ വളരെ പുച്ഛത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എനിക്ക് എന്ത് ചെയ്തു തരാനാണ്? സ്വന്തം മുന്നിലെ കുഴി പോലും കാണാൻ സാധിക്കാത്ത അങ്ങ് എനിക്കെന്ത് ചെയ്തു തരാനാണ്? ഇപ്പോൾ ഈ ഒരു സമയത്ത് താങ്കളെ രക്ഷിക്കുക എന്ന ഒരു ഉത്തരവാദിത്തത്തിൽ ഞാൻ താങ്കളെ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരം വേണ്ട എനിക്ക്, പക്ഷെ ഒരു നന്ദി പോലും പറയാത്ത താങ്കളിൽ നിന്നും ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് പാൽക്കാരൻ നടന്നുപോയി. അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ നമ്മളുടെ തലയ്ക്ക് മുകളിലാണ് കറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന സമയത്തും ചില വീഴ്ചകൾ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്. ആ വീഴ്ചകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുകയാണ് എങ്കിൽ അവിടെയാണ് ഒരു മനുഷ്യൻ്റെ പാണ്ഡിത്യം അല്ലെങ്കിൽ വിവേകം എന്നൊക്കെ പറയുന്നത്. ഹാവ് എ നൈസ് ഡേ.